5 മില്യൺ ആൾക്കാരാണ് ഇതിനോടകം ഈ വീഡിയോ കണ്ടു തീർത്തത്. 5 മില്യൺ എന്ന് പറയുമ്പോൾ 50 ലക്ഷം, അരക്കോടി അരക്കോടി ജനങ്ങളാണ് ഇതിനോടകം ഈ വീഡിയോ കണ്ടു തീർത്തത്. അപ്പൊ എന്താണ് ആ വീഡിയോയിൽ ഇരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? കണ്ടു നോക്കാം. ദിയ കൃഷ്ണകുമാറിന്റെ പ്രസവ ലൈവ് വീഡിയോയാണ്. കണ്ടു തീർത്തത് 5 മില്യൺ ആൾക്കാർ, അരക്കോടിയിലധികം. കണ്ടത് കൂടുതലും നമ്മുടെ അമ്മയും സഹോദരങ്ങളും സഹോദരിമാരാണ് കണ്ടു തീർത്തത്. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ലൈവായിട്ട് നമുക്ക് കാണിച്ചു തന്നു ദിയ. അമ്മ എന്ന വാക്ക്, അല്ലെങ്കിൽ അമ്മ എന്ന വ്യക്തി വിലമതിക്കാത്ത, അതിന് പേരില്ല. അമ്മയ്ക്ക് അമ്മ മാത്രമാണ്. മരണത്തിന്റെ വക്കിലെത്തിയിട്ടാണ്, മരണത്തെ കണ്ടുകൊണ്ടാണ് ഓരോ അമ്മയും ഓരോ മക്കൾക്ക് ജന്മം നൽകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് കരയാത്തവർ ആരുമില്ല. കാരണം ഒരമ്മയുടെ പ്രസവ വേദന ജനങ്ങൾക്ക് കാണിച്ചു തന്നു ദിയ. സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇപ്പോൾ ഈ വീഡിയോയാണ്. അമ്മയെന്ന് പറയുന്നത് വിലമതിക്കാത്തൊരു വസ്തുവാണ്. അമ്മയുടെ കയ്യിൽ എല്ലാത്തിനും മരുന്നുകളുണ്ട്. നമുക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും അമ്മയുടെ കയ്യിൽ മരുന്നുകളുണ്ട്. നമ്മൾ കണ്ട ആദ്യത്തെ ടീച്ചർ അമ്മയാണ്. നമ്മൾ കണ്ട ആദ്യത്തെ ഡോക്ടർ അമ്മയാണ്. നമ്മൾ കണ്ട എഞ്ചിനീയർ അമ്മയാണ് ആദ്യത്തെ. നമ്മൾ കണ്ട പലതും ആദ്യത്തേത് നമ്മുടെ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. ഓരോ സ്ത്രീയും ഓരോ ജന്മത്തിന് ജന്മം നൽകുമ്പോൾ അവരെത്രത്തോളം വേദന സഹിച്ചുകൊണ്ടാണ് നമുക്ക് ജന്മം തരുന്നതെന്ന് ഓർത്താൽ മതി. ആ ഒരു പ്രസവ വീഡിയോയുടെ താഴെയും വളരെ മോശമായിട്ട് അശ്ലീല കമന്റുകൾ ഇടുന്നവരും ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിനക്ക് ജന്മം തന്ന ഒരമ്മയും ഇത്രയും വേദന അനുഭവിച്ചുകൊണ്ടാണ് നിനക്ക് ജന്മം തന്നത് സഹോദര. പിന്നെ പല വൃത്തികെട്ട ചാനലിൻ്റെ അവതാരകന്മാർ പോലും അതിനെ വളരെ മോശമായിട്ട് പ്രതികരിക്കുന്നത് കണ്ടു. പക്ഷേ ഇന്ന് കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകുകയാണ്. അമ്മയും അച്ഛനും വൃദ്ധസദനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വൃദ്ധസദനങ്ങളുടെ കൂമ്പാരം മാത്രമാണ്. പക്ഷേ എനിക്കിപ്പോഴും അഭിമാനമുള്ളൊരു നാടെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ എൻ്റെ അറിവിൽ വൃദ്ധസദനങ്ങൾ ഇല്ല എന്നാണ് അറിയുന്നത്. അച്ഛനെയും അമ്മയെയും ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു ജില്ല വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ മാത്രമേ കേരളത്തിൽ വൃദ്ധസദനങ്ങളിൽ ഇല്ലാതെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം, വേറെ ആരും ഉണ്ടാവും. സ്വന്തം മക്കൾക്ക് ഒരു പനി വന്നാൽ പോലും നെഞ്ചുപടച്ചോടുന്ന അമ്മ ഞാൻ അനുഭവിക്കുന്നതാണ്. കാരണം എൻ്റെ വൈഫ്, എൻ്റെ 2 മക്കൾക്ക് ചെറിയൊരു പനി വന്നാൽ പോലും അവൾ ആഹാരം കഴിക്കില്ല. അവൾ അതിനുവേണ്ടി ഇങ്ങനെ കുത്തിയിരിക്കും. പല ട്രീറ്റ്മെൻറ്റുകൾ അവൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അവൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അതെ, അമ്മ എന്ന വാക്ക് എത്രയോ മഹത്തരമാണ്. ഒന്നും പറയാനില്ല. ബിഗ് സല്യൂട്ട് ദിയ.